പ്രേംലാലേട്ടാ, മഴ വരുമ്പോൾ എപ്പോഴും നമുക്ക് ആശങ്കയും ഭയവും എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചാണ്. ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ ഒരു 6-7 ജില്ലകൾ ഒലിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്പോ ഒരു ജലബോംബായി നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നതാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. സർക്കാരുകൾ എല്ലാ മഴയത്തും പറയും മുന്നൊരുക്കങ്ങൾ ഉണ്ടാകും, ഡാമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നൊക്കെ. ഇപ്പോ സുർക്കി മിശ്രിതമൊക്കെ ഒലിച്ചു പോയി എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. നമ്മൾ ഭയപ്പെടേണ്ടതായി എന്തെങ്കിലും ഉണ്ടോ? അല്ല, അതിപ്പോൾ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുവോ ഇല്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഉള്ള ഗ്രാഫിക്സ് AR VR തയ്യാറെടുപ്പുകൾ പല സ്റ്റുഡിയോകളിൽ ഇപ്പോൾ തുടങ്ങിക്കാണും. ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത് ആ ഒരു ആശങ്ക നമ്മുടെ തലയ്ക്ക് മുകളിൽ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാള് കണക്ക് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അത് പൊട്ടുവോ ഇല്ല എന്നുള്ള ചർച്ചകൾ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് അതിനെന്താണ് ബദൽ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണം. കാര്യം പകരം ഒരു ഡാം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു PJ ജോസഫ് ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കാലം മുതലാണെന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ച് ചർച്ച തുടങ്ങിയത്. ഇതുവരെ ഒരു ചെറിയൊരു കല്ല് പോലും എടുത്തു വെക്കാൻ സാധിച്ചിട്ടില്ല. അത് വെള്ളം വേണമെങ്കിൽ തമിഴ്നാട് കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള നിലപാട് കേരളം എടുത്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് തോന്നുന്നത് അതിന് പാരിസ്ഥിതിക അനുമതിയുടെ പ്രശ്നം ഉണ്ടാകും, കേന്ദ്ര അനുമതിയുടെ പ്രശ്നം ഉണ്ടാകും. അത് ഇതുവരെ കാര്യമായിട്ട് മുമ്പോട്ട് പോയിട്ടില്ല. പക്ഷേ ഈ ആശങ്ക അതങ്ങനെ നിൽക്കുന്നു. ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ഇടുക്കി ഡാമിനാണ്. ഈ വെള്ളം എല്ലാം കൂടി നേരെ ഒഴുകി വരിക ഇടുക്കിയിലേക്കായിരിക്കും. ഇടുക്കി ഡാമിന് അത് തടഞ്ഞു നിർത്താൻ പറ്റിയില്ലെങ്കിലാണ് നമ്മൾ ഈ പറയുന്ന ആശങ്ക വരാൻ പോകുന്നത്. കാര്യം ഇടുക്കി ഡാമിൽ ഓൾറെഡി അതിൻ്റെ സംഭരണശേഷി അതിൻ്റെ പരിമിതിയിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാനൊന്നും കാണില്ല. അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. എല്ലാ അറബിക്കടലിൽ പോയി എല്ലാം മറ്റേ ആരൊക്കെ പറയാറുണ്ടല്ലോ, എല്ലാ അറബിക്കടലിൽ കളയുമെന്ന് പറയുന്ന പോലെ എല്ലാവരും അറബിക്കടലിൽ ഉണ്ടാവും. അത് നിസ്തർക്കമായ കാര്യമാണ്. നിലവിൽ നമുക്ക് ഒരു ദുരന്തത്തെക്കുറിച്ച് വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ഒരു ആശങ്ക ഉള്ളപ്പോഴും നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം അത് നമ്മളാലല്ല, അതിന് രാഷ്ട്രീയ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഒരുപാട് തീരുമാനങ്ങളും പരിപാടികളൊക്കെ പൂർത്തിയാക്കാനുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധി ഈ പെയ്യുന്ന മഴയുടെ വെള്ളം എന്ത് ചെയ്യാൻ പറ്റും, കുടിച്ചു പറ്റിക്കാൻ പറ്റുമെന്ന് ചിലർ ചോദിക്കാറുണ്ട്. പക്ഷെ നിവൃത്തിയില്ല. രാവിലെ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നീന്തിയാണ് പോകുന്നത്. ഇപ്പോൾ ദേശീയപാത തകർന്ന സ്ഥലത്തൊക്കെ നേരത്തെ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ വന്നിരുന്നു. ഒരുമാതിരി ഈ നീന്തി പോകേണ്ട ഒരു അവസ്ഥയിലുണ്ട്. അപ്പോൾ പ്രധാന കാരണം നമ്മുടെ ഈ റോഡുകളിലൊക്കെ ഈ വെള്ളം കെട്ടി നിൽക്കുന്നതിൻ്റെ പ്രധാന പ്രശ്നം ഈ റോഡുകളെല്ലാവരും പുതുക്കിപ്പണിയും. അതിൻ്റെ 2 വശങ്ങളിലും ഈ ഓട സംവിധാനമൊന്നും കാര്യക്ഷമമായിരിക്കില്ല. അല്ലെങ്കിൽ ഈ പുതുക്കി പണിയുമ്പോൾ തന്നെ പഴയ ഓടകളെല്ലാം നികത്തിയിട്ടും ഉണ്ടാവും. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഈ നദീതടങ്ങളിലൊക്കെ കാലാകാലങ്ങളായി അടിഞ്ഞുകൂടി എക്കൽ നീക്കം ചെയ്യാനും യാതൊരു നടപടികളും എടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ അവിടെ എന്തോ ഒരു ഓപ്പറേഷൻ അനന്തയോ അങ്ങനെ എന്തോ ഒരു സാധനം പ്രഖ്യാപിച്ചിരുന്നു, ഓടകളെല്ലാം വൃത്തിയാക്കാൻ. അതെന്തായെന്ന് അവിടെയുള്ളവർക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല. നമ്മുടെ കൊച്ചിയിൽ കളക്ടർ മുൻകൈ എടുത്തിട്ട് ഇവിടുത്തെ ഓടകളും അതും ഇതൊക്കെ വൃത്തിയാക്കുന്ന നടപടി എടുത്തിരുന്നു. അതും ആ ഒരു പ്രത്യേക ഒരു കാലഘട്ടം എത്തുമ്പോൾ നമ്മൾ ഈ പനി സീസൺ വരുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇതെല്ലാം. ഒരു സീസൺ ആകുമ്പോൾ ഓരോ JCB അതും ഇതൊക്കെ എടുത്തിട്ട് ഈ ഓട അതും ഇതൊക്കെ വൃത്തിയാക്കുന്ന ആൾക്കാർ ഇറങ്ങുന്നത് കാണും. അത് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ അനക്കമൊന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. ഇതിപ്പോ അണക്കെട്ടിന്റെ പഴക്കം, ഇതിപ്പോ മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് 90 വർഷം പഴക്കമുണ്ട്, പുതിയ ഡാം വേണം, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് പിന്നെ എന്താ പറയുക, ഇതിന്റെ ഈ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കണം എന്നാണ് പലരും ആവശ്യം ഉന്നയിക്കുന്നത്. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിൻ്റെത്. നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു. സുർഗി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്തിന്ന് നിലവിലുള്ള ഏക അണക്കെട്ട് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യ ഭരണകാലത്ത് കേരളത്തിലെ പശ്ചിമഘട്ട പ്രദേശത്ത് നിന്നും മഴനിഴൽ പ്രദേശങ്ങളായ മധുര, തേനി തുടങ്ങിയ തമിഴ് ഭാഗങ്ങളിലേക്ക് ജലസേചനത്തിനായി ജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ അണക്കെട്ട്. അസ്ഥിവാരത്തിൽ നിന്നും ഏതാണ്ട് 53.6 മീറ്ററാണ്, അതായത് 176 അടി അണക്കെട്ടിന്റെ ഉയരവും 365.7 മീറ്റർ നീളവും, അതായത് 1200 അടി നീളവും ഈ അണക്കെട്ടിനുണ്ടെന്നാണ് പറയുന്നത്. അണക്കെട്ട് നിലനിൽക്കുന്നത് കേരളത്തിന്റെ സ്ഥലത്താണെങ്കിലും അതിന്റെ നിയന്ത്രണം തമിഴ്നാടിന്റെ കൈവശമാണ്. ഒരു അണക്കെട്ടിന്റെ പരമാവധി കാലാവധി 60 വർഷമായെന്നിരിക്കെ 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവർക്കും കേരളത്തിലെ 5 ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന വാദം കേരളം ഉയർത്തുമ്പോൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച്
കേരളത്തിന്റെ വാദങ്ങൾക്ക് കഴമ്പില്ല എന്നാണ് തമിഴ്നാട് പറയുന്നത്. 2000-ൽ പദ്ധതി പ്രദേശത്തുണ്ടായ ഭൂമികുലുക്കത്തോടു കൂടിയാണ് കേരളത്തിന്റെ ആശങ്കകൾ വർദ്ധിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭ്രംശരേഖകൾക്ക് മുകളിലാണെന്നും ചില പഠനങ്ങൾ പറയുന്നു. അണക്കെട്ട് സുരക്ഷിതമാണെന്ന് തമിഴ്നാട് അവകാശപ്പെടുമ്പോൾ അത് ഭീതിജനകമാണെന്നാണ് കേരളം പറയുന്നത്. സഹായക അണക്കെട്ടായ ബേബി ഡാമും ഭീതിജനകമാണെന്ന് കേരളത്തിന്റെ വാദം. എന്നാൽ അണക്കെട്ട് 1922-ലും 1965-ലും സിമന്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തിയെന്നും ഭയപ്പെടാനൊന്നുമില്ല എന്നുമാണ് തമിഴ്നാട് പറയുന്നത്. 1902-ൽ തന്നെ അണക്കെട്ട് നിർമ്മാണത്തിന്റെ പ്രധാന കൂട്ടായ ചുണ്ണാമ്പ് വർഷം 30.48 ടൺ വീതം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അത് അനേകം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ടാകാമെന്നുമാണ് കേരളത്തിന്റെ വാദം. 79-81 കാലഘട്ടത്തിൽ നടത്തിയ ബലപ്പെടുത്തൽ അണക്കെട്ടിന് ബലക്ഷയമാണ് വരുത്തിവെച്ചതെന്നും ഇതിനെക്കുറിച്ച് പഠിച്ച എം ശശിധരന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 2006 നവംബർ 24-ൽ അണക്കെട്ടിന്റെ സുരക്ഷയെ സംബന്ധിച്ച് പഠിക്കാൻ നാവിക സേനാ വൃന്ദങ്ങൾ എത്തിയെങ്കിലും കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് അവർ പഠനം നടത്താതെ മടങ്ങി. 15 ദശലക്ഷം ഘനയടി ജലമാണ് ഡാമിന്റെ പൂർണ്ണ സംഭരണ ശേഷി. എന്നാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള അനുവദനീയമായ പരമാവധി സംഭരണ ശേഷി 136 അടിയാണ്. ഇത് 11 ദശലക്ഷം ക്യൂബിക് അടിക്ക് തുല്യമാണ്. ഭൂകമ്പത്തെ തുടർന്നോ മറ്റോ ഡാം തകർന്നാൽ 3 മുതൽ 4 മണിക്കൂർ കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലെത്തും. ഇടുക്കി ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി 74.5 ദശലക്ഷം ഘനയടിയാണ്. എന്നാൽ 70.5 TMC വരെയാണ് സംഭരിക്കാറുള്ളത്. അതായത് ഒഴുകിയെത്താവുന്ന 11.2 ദശലക്ഷം ഘനയടി ജലത്തിൽ 10 ദശലക്ഷം ഘനയടി ജലത്തെയും ഉൾക്കൊള്ളാൻ ഇടുക്കി ഡാമിന് കഴിയും. ഡാം തകർന്നതിന് ശേഷം വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്താൻ എടുക്കുന്ന 3-4 മണിക്കൂറിനുള്ളിൽ ഇടുക്കി ജല വൈദ്യുതി പദ്ധതിയുടെ ഭാഗമായുള്ള ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ നിയന്ത്രണാതീതമായി തുറന്നുകൊണ്ട് ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. ചെറുതോണി ഡാമിന് മുകൾ ഭാഗത്ത് 5 പ്രധാന ഷട്ടറുകളും താഴെ 2 ചെറിയ ഷട്ടറുകളുമാണ് ഉള്ളത്. ഓരോ പ്രധാന ഷട്ടറുകളിലൂടെ മിനിറ്റിൽ 25,760 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കാനാകും. ഇതോടൊപ്പം താഴെ ഭാഗത്തുള്ള ജനങ്ങൾക്ക് അപകട ഭീഷണി നൽകുകയും ചെയ്താൽ ഗുരുതരമായ ഭവിഷ്യത്തുകളെ ഒഴിവാക്കാൻ കഴിയും. 66 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇടുക്കി ഡാം നിറഞ്ഞു വരാൻ 3 മുതൽ 6 മണിക്കൂറുകൾക്കുള്ളിൽ 7 ഷട്ടറുകളിലെയും പൂർണ്ണ തോതിൽ ജലം പുറന്തള്ളിയാൽ കൂടുതലായുള്ള 1.2 ദശലക്ഷം ഘനയടി അധിക ജലം ഒഴുക്കിക്കളയാൻ ബുദ്ധിമുട്ടില്ലെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നിലവിലുള്ളതിലും കൂടുതലായിരിക്കുമ്പോഴാണ് ദുരന്തമെങ്കിൽ സ്ഥിതി ഇതിലും ഗുരുതരമാകും. അവിടെയാണ് ഈ പ്രശ്നം. കാര്യം ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ മഴ പെയ്യുന്നു. അതെ, നിലവിൽ ഇടുക്കി ഡാം ഈ മുല്ലപ്പെരിയാർ എന്തെങ്കിലും പൊട്ടി വന്നാൽ ഇടുക്കി ഡാം താങ്ങി നിർത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ മഴയ്ക്ക് നമ്മൾ ഇപ്പോൾ തന്നെ അവിടെ സംഭരണശേഷി പരമാവധി ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ സമീപകാല അനുഭവങ്ങൾ നമ്മൾ പലതവണയായിട്ട് ഇടുക്കി ഡാം തുറക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. കാര്യം അത്രയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കൊരു ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന ഒരു സമയത്താണ് ഇതേപോലൊരു ക്രൈസിസ് ഉണ്ടാകുന്നതെങ്കിൽ അപ്പോൾ എന്തുണ്ടാകും എന്നുള്ളതാണ് ആശങ്ക. അതെ.